ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത ആ ഒരു ഫസ്റ്റ് ഇയർ ഉണ്ടായിട്ടുള്ള ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടി ഉള്ള ഒരു ഡാൻസ് ആയിരുന്നു ഇത്. ഫസ്റ്റ് ഡാൻസാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കാണുന്നത്. എന്താ പറയുക, മറ്റുള്ള സ്കൂളുകളിൽ അങ്ങനെയല്ല എന്നല്ല, എന്നാലും എല്ലാ കുട്ടികളെയും അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോഗ്രാംസിലും അറ്റൻഡ് ചെയ്യണമെന്ന് അവർക്കൊരു ഒരു ഉപദേശം, അതിലുപരി ഒരു ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് എല്ലാം തന്നെ കുട്ടികൾക്കൊരു ഫ്രണ്ട്സ് പോലെയാണ്. ടീച്ചേഴ്സായി നിൽക്കേണ്ട സ്ഥാനത്ത് അവർ ടീച്ചേഴ്സായിട്ടും അല്ലാത്തപ്പോൾ അവർ ഫ്രണ്ട്സായിട്ടും അവർക്കൊപ്പം കൂട്ടു നിന്നുകൊണ്ടാണ് ഈ ഒരു സ്കൂൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. കൂടാതെ തന്നെ എല്ലാവരും ഒരു ഒത്തൊരുമയിലൂടെയാണ് ഈ സ്കൂള് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡാൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഒരു 3 വർഷ കാലയളവ് പഴക്കം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ട് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2022-23 അക്കാദമിക് ഇയറിലെ ഡാൻസായിരുന്നു ഇത്. എൻ്റെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ഞാൻ സോങ് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷനിൽ എന്താണ് സോങ് എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ജസ്റ്റ് എൻ്റെ വരെ കണ്ടില്ലെങ്കിലും ഒരു ഹാഫ് വരെയെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനി എന്തായാലും ഇനി അങ്ങോട്ടും സോങ് കേൾക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ സോങ് വെച്ച് ചെയ്യുന്ന ടൈമിൽ കോപ്പി റൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു സ്റ്റേജ് സോങ് ഇട്ടിട്ടും എന്തുകൊണ്ടാണ് കോപ്പി റൈറ്റ് വരുന്നതിൻ്റെ റീസൺ അറിയാൻ പറ്റുവാണെങ്കിൽ ഒന്നിനെ ഹെൽപ്പ് ചെയ്യുക. എങ്ങനെയാണ് ഒരു കോപ്പി റൈറ്റ് ഇല്ലാതെ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ. അറിയുന്നവർ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാനിപ്പം ഈ ഒരു 2-3-4 ദിവസമായിട്ടുണ്ടാവുള്ളൂ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഈ ഒരു ഓൺ വോയിസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പാകപ്പിഴവുകൾ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക ആ ഒരു രീതിയിൽ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ആദ്യം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ തന്നെ റീസൺ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ വീഡിയോസും പോകാതെ എനിക്ക് സൂക്ഷിക്കാനൊരു സ്ഥലം വേണമായിരുന്നു. കാരണം ഫോണിൻ്റേതായിട്ടുള്ള പരിമിതിയുണ്ട്, സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് കഴിയുമ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്ന ടൈമിൽ എനിക്കത് നഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യൂട്യൂബിൽ ഇനി വരും കാലങ്ങളിൽ എനിക്കിതെങ്ങനെ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇതെനിക്ക് പിന്നീട് ഒരിക്കൽ ഈ ഓരോ വീഡിയോസും സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യൂട്യൂബിൽ നിന്നത് ഈ ഒരു ഓരോ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, അപ്പം ഇതിലൂടെ വരുമാനം കൂടെ നേടാൻ വേണ്ടി പറ്റും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പറ്റണം. കാരണം ഓൾറെഡി ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കൂടാനും കാര്യങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് അറിയാതെ തന്നെ വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. ഇപ്പം എൻ്റെ ഈ ഒരു ഇതിൽ 3000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നിലവിൽ എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്നാൽ പോലും അതൊക്കെ ഞാൻ അറിയാതെ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. അപ്പം ഇത്രയും വന്നിട്ട് എന്നോട് പലരും ചോദിച്ചു, ഓൾറെഡി നിനക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ഈ ഒരു യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുത്തുകൂടാ എന്നുള്ള ചോദ്യം കാരണമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നുള്ളതിൻ്റെ ഇപ്പം സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല. അപ്പോൾ എന്നാൽ പോലും ഞാൻ പലരുടെയും യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ലാസ്റ്റ് 365 ഡേയ്സിൽ 3000 വ്യൂസ് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പം അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണം എന്നുള്ളതും കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ എന്താ പറയുക,
പെട്ടെന്ന് തന്നെ എത്തില്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു കമൻറ്റ് സെക്ഷനിൽ എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അടുത്ത ആ ഒരു തവണ എനിക്കതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിലൂടെ അല്ലേ, എന്താ പറയുക, എനിക്കിതിൽ നിന്ന് ഏണിങ്സ് കിട്ടും എന്നും തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും അതിനുള്ള എല്ലാ ഹെൽപ്പുകളും നിങ്ങൾ ഓരോരുത്തരുടെ ഹെൽപ്പും ഞാൻ ചോദിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും സെയിം സാരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ എല്ലാ വർഷവും നമ്മൾ സെയിം സാരീസ് ടീച്ചേഴ്സ് ഡേന്ന് ഒന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് എല്ലാ ടീച്ചേഴ്സിനും സ്കൂൾ വക സാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേ നമ്മളെല്ലാവരും സെയിം സാരിയാണ് ഉടുക്കാറ്. അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും സെയിം സാരീസ് കൊടുക്കുന്നുണ്ട് സ്കൂൾ വക. കൂടാതെ പിന്നെ നമ്മൾ സെയിം സാരീസ് വരുന്നതൊന്നാണ് ആനുവൽ ഡേ എന്ന് പറയുന്നത്. ആനുവൽ ഡേനും എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും സെയിം സാരീസാണ്. അതേപോലെ ബാക്കിയുള്ള സ്റ്റാഫുകളും സെയിം സാരീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ എല്ലാവരും കാരണം ആ ഒരു ടൈമിൽ സ്കൂളിലുള്ള എല്ലാ പാരൻസും തന്നെ ഒരുമിച്ച് ഉണ്ടാവും അല്ലേ. എല്ലാ പാരൻസും അതേപോലെ ടീച്ചേഴ്സും ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു. പാരൻസ് മാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ കസിൻസ്, റിലേറ്റീവ്സ് എന്ന് പറയുന്ന എല്ലാവരും വരും. അപ്പം നമുക്കതിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സ് ആരാണ് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ കൂടാതെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനും കൂടിയാണ് ആ ഒരു രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഏറ്റവും അവസാനമാണ്. അതായത് കുട്ടികളുടെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഈവനിങ് ആണ് ആനുവൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഈവനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓരോരോ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം, ക്ലാസ് വൈസ് ആയിട്ട് നമ്മുടെ ഓരോ പ്രോഗ്രാംസും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ ഒരു പ്രോഗ്രാം തന്നെ കുട്ടികളുടെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെ പ്രോഗ്രാമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ആന്തത്തോടു കൂടി നമ്മുടെ ആനുവൽ ഡേ അവിടെ കഴിഞ്ഞിരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡാൻസ് സോങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു സോങ് ആയിരുന്നു. ക്ലാസിക്കലാണ്, നല്ല രീതിയിൽ തന്നെ എല്ലാവരും കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഓൾ ഇൻ ഓൾ നോക്കുന്ന ടൈമിൽ നല്ല ഒരു സ്റ്റേജും നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഡാൻസിൻ്റെ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഞാനും കളിച്ചിട്ടുണ്ട്. അതിൽ ഞാനടക്കം വരുന്ന പല ആളുകളും പല ടീച്ചേഴ്സും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളൊരിക്കലും ഒരു പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ല. നമ്മളെല്ലാവരും ഈ ഒരു ഡാൻസ് പഠിച്ചിരിക്കുന്നത് തന്നെ അവസാനത്തെ ഒരാഴ്ച കൊണ്ട്. കാരണം ആനുവൽ ഡേയിലുള്ള എല്ലാ ഡാൻസും തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ പുറത്തുനിന്നൊരു പ്രൊഫഷണൽ വന്നിട്ടോ അല്ലെങ്കിൽ പാരൻസ് വന്നിട്ടോ അല്ല. അവിടെയുള്ള ടീച്ചേഴ്സാണ് പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതും കുട്ടികൾക്ക് ഓരോരോ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഓൾ ഇൻ ഓൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും. മേക്കപ്പിന് മാത്രമാണ് ഈ ഒരു പുറത്തുനിന്ന് ആളുകളെ വിളിക്കുന്നത്. ബാക്കി ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ട് വരുന്നത് അവരുടെ ക്ലാസ് ടീച്ചേഴ്സ്, സബ്ജക്റ്റ് ടീച്ചേഴ്സൊക്കെയാണ് ഒരു കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ആ ഒരു ഡാൻസ് സ്റ്റേജിലേക്ക് അരങ്ങേറ്റുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാനുള്ള ടൈം അവിടെ കുറയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡാൻസ് പഠിച്ചിട്ടുണ്ടായത് കുട്ടികളെ വീട്ടിലേക്ക് വിട്ടതിന് ശേഷം 3:30ക്ക് ശേഷം ഒരു 1 hour 4:30 വരെ അല്ലെങ്കിൽ 4 o'clock വരെ ആ ഒരു ടൈമിൽ ഓരോരോ മണിക്കൂർ വെച്ച് ഒരാഴ്ച, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന് നേരത്തെ പോവേണ്ട ആവശ്യം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടൈമിൽ, അതും ഒരു ടൈമിൽ എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവില്ല, പകുതി ടീച്ചേഴ്സാണ്. ഉച്ചയ്ക്ക് ഇപ്പം കുറച്ച് ടീച്ചേഴ്സാണെങ്കിൽ വൈകുന്നേരം വരുമ്പം നേരത്തെ പോകേണ്ട ടീച്ചേഴ്സ് അവിടെ നേരത്തെ പോവുകയും ബാക്കിയുള്ള ടീച്ചേഴ്സ് വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് പോലും തലേ ദിവസം എല്ലാം ആയിരിക്കാം. കാരണം എല്ലാവരും സ്റ്റെപ്പുകൾ ഇവിടുന്നൊക്കെ പഠിച്ച് ഏറ്റവും അവസാനമാണ് എല്ലാ ടീച്ചേഴ്സും സ്റ്റേജിൽ കയറുമ്പം ഇത് എൻ്റെ സ്ഥാനം ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നതും ഈ ഒരു ഡാൻസ് ഇവിടെ ഈ ഒരു രീതിയിൽ അരങ്ങേറുന്നതും. അപ്പം അതുകൊണ്ട് ഈ ഒരു ഡാൻസ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർവാണ്, അടിപൊളിയാണെന്ന് തന്നെ പറയാം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാണാൻ നല്ല